ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നാലെ പ്രതിരോധ മേഖലയ്ക്ക് അധിക സഹായം നൽകുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. നിലവിൽ നൽകുന്ന തുകയ്ക്ക് പുറമെ അധികമായി 50,000 കോടി രൂപ കൂടി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നിലവിൽ 6.81 ലക്ഷം കോടി രൂപയാണ് നീക്കിയിരുന്നത്. കൂടുതൽ തുക കൂടി വകയിരുത്തുന്നതോടെ ബജറ്റ് വിഹിതം 7 ലക്ഷം കോടി രൂപ കടക്കും. കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും പ്രതിരോധ മേഖലയിലെ ഗവേഷണങ്ങളും മറ്റും മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഈ തുക ഉപയോഗിക്കുന്നത്. നിലവിൽ ഇതിനുള്ള നിർദ്ദേശം മാത്രമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അനുമതി നേടിയെടുക്കാനാണ് പദ്ധതി. 2014-15 കാലയളവിൽ 2.29 ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ വകുപ്പിന് വേണ്ടി വകയിരുത്തിയത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഇത് കൂടി വന്നു. നിലവിൽ മൊത്തം ബജറ്റിന്റെ 13% പ്രതിരോധത്തിനായി നീക്കിവെക്കുന്നത്. പാകിസ്ഥാനെതിരെ വലിയ വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നേടിയത്. 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും 100 തീവ്രവാദികളെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. യൂസഫ് അസർ, അബ്ദുൾ മാലിക് റൌഫ്, മുദാസിർ അഹമ്മദ് എന്നിങ്ങനെയുള്ള കൊടും ഭീകരരും ഈ മരിച്ചവരിൽ പെടും. ആക്രമണം നടത്തിയ ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടിരുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചുമാണ് ഇന്ത്യൻ മിലിറ്ററി താവളങ്ങളെ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത്. പാകിസ്ഥാന്റെ ഈ ആക്രമണങ്ങളെല്ലാം ഇന്ത്യ പ്രതിരോധിക്കുകയും ചെയ്തു. മെയ് 8-ാം തീയതി രാത്രി ഇന്ത്യൻ എയർഫോഴ്സിന്റെ താവളങ്ങൾ കേന്ദ്രീകരിച്ച് പാക് സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായി. എന്നാൽ ഒരു തരത്തിലുള്ള നാശനഷ്ടവും ഉണ്ടാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ 30 അല്ലെങ്കിൽ 40ഓളം സൈനികർ വരെ കൊല്ലപ്പെടുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഒട്ടേറെ വ്യോമ താവളങ്ങൾ ഇന്ത്യ തകർക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ വ്യോമ താവളമായ ബൊലാരിയിൽ പാകിസ്ഥാന്റെ വില കൂടിയ അവാക്സ് വിമാനം തകർന്നുവെന്ന പാകിസ്ഥാൻ വ്യോമസേന മുൻ മേധാവിയുടെ വെളിപ്പെടുത്തൽ തന്നെ പാകിസ്ഥാൻ ഏറെ നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. ബൊലാരിയിലേത് പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ ഒരു വ്യോമത്താവളമാണ്. 2017 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാകിസ്ഥാന്റെ ആധുനിക വ്യോമത്താവളത്തിൽ 2020 ചൈനയുമായി ചേർന്ന് ഷഹീൻ 9 എന്ന പേരിൽ വ്യോമാഭ്യാസ പ്രകടനവും നടത്തിയിരുന്നു. മെയ് 10-നാണ് ബൊലാരി ഉൾപ്പെടെ പാകിസ്ഥാന്റെ 11 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഈ ഡ്രോൺ യുദ്ധം വിജയം കണ്ടതിന് കാരണം വർഷങ്ങളുടെ ആഭ്യന്തര ഗവേഷണ വികസനവും നയപരിഷ്കരണവുമാണ്. 2021 മുതൽ ഇറക്കുമതി ചെയ്ത ഡ്രോണുകളുടെ നിരോധനവും പ്രൊഡക്ഷൻ ലിങ്ക്സ് ഇൻസെന്റീവ് പദ്ധതിയുടെ ആരംഭവും ഈ നവീകരണത്തിന് ഉത്തേജനവും നൽകി. AI അധിഷ്ഠിതമായ ഡ്രോണുകളിലായിരിക്കും ഭാവി എന്നതിനാൽ ഇന്ത്യ ഇതിനകം തന്നെ അതിനുള്ള അടിത്തറയും പാകിക്കഴിഞ്ഞു. 2029 ആകുമ്പോഴേക്കും ഉൽപാദനത്തിൽ 3 ലക്ഷം കോടി രൂപയും കയറ്റുമതിയിൽ 50,000 കോടി രൂപയും ലക്ഷ്യമിടുന്ന ഇന്ത്യ ആഗോളതലത്തിൽ ഒരു പ്രതിരോധ നിർമ്മാണ ശക്തിയായി സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നും പറയാം. ബ്രഹ്മോസും ഇന്ത്യയുടെ മറ്റുള്ള മിസൈലുകളും കണ്ട് പകച്ചു നിൽക്കുന്ന പാകിസ്ഥാന് ഇന്ത്യ 50,000 കോടി പ്രതിരോധ മേഖലയിൽ വീണ്ടും മുടക്കുന്നു എന്ന വാർത്ത താങ്ങാവുന്നതിലും അപ്പുറമാണ്. ദാരിദ്ര്യമാണെങ്കിലും ഇപ്പോൾ അമേരിക്കയുടെ കനിവിൽ IMF നൽകിയ വൻ തുക ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ തന്നെയാകും അവർ ഉപയോഗിക്കുന്നത്. കുറച്ചൊക്കെ ഭീകരർക്കും നൽകുന്നുണ്ട്. തങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുള്ള പഴയ ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് വിൽക്കാം എന്ന ധാരണയിൽ തന്നെയാകും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാന് ധനസഹായം നൽകാൻ വേണ്ടി സംസാരിക്കാൻ തയ്യാറായത്.